നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് CYMA UP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഡ്വക്കേറ്റ് ക്ലാർക്ക് ഇനി മുതൽ അഭിഭാഷകനായി പ്രവർത്തിക്കും. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാന ക്യാൻസറുകളായ വദനാർബുദവും വൻകുടലിലെ അർബുദവും ആരംഭത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കാൻ ലക്ഷ്യം വെച്ചുള്ള രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത് വീട്ടിലെ ക്യാൻസർ രോഗികളെ കണക്കാക്കുമ്പോൾ നോക്കിയാൽ നമ്മളൊക്കെ കണക്കുള്ള നമ്മെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യത്തിൽ ഏറ്റവും ഒരു വെല്ലുവിളിയാണ് വെന്റിലേഷനും ഹെൽത്തിന്റെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന അത് പല കാലങ്ങളായി പല വർഷങ്ങളായി നാം ആരംഭിച്ച മികവിന്റെ ഭാഗമായിട്ടുള്ള മേഖലയാണ്. എന്നാൽ സമീപ സമയം നമുക്ക് ജീവിതശൈലി രോഗത്തിൽ നമ്മൾ മുന്നിലേക്ക് പോകും. ക്യാൻസർ രോഗത്തിന്റെ കടക്കെടുക്കുമ്പോൾ കുറച്ച് മുന്നിലേക്ക് കടന്നു. അപ്പൊ നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയും അപേക്ഷിച്ച് ആരോഗ്യ സൗഹൃദത്തിന്റെ കാര്യത്തിൽ രോഗത്തിന്റെ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ അങ്ങനെയെല്ലാമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുന്നിലാണ് ആലപ്പുഴ SD കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ VR പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി. ലിറ്റിൽ ചാമ്പ്യൻ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്തിന് നൽകി MLA പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ അനു വർഗീസ്, ഡോക്ടർ M ആനന്ദ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ ഡോക്ടർ I ചിത്ര, ഡോക്ടർ R സേതുനാഥ്, പെൻഷൻ സംഘടനാ പ്രതിനിധികളായ നരേന്ദ്രൻ നായർ, A സലീം എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് കൃഷ്ണ, നവതേജ് കിരൺ എന്നിവർ ഒന്നാം സ്ഥാനം നേടി. മത്സരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് CYMA UP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് CYMA UP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം സ്കൂളങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായലാണ് വേമ്പനാട് കായൽ. ഒരുപാട് പാട്ട് വേമ്പനാട് കായലിനെ കുറിച്ചുണ്ട്. നമുക്ക് ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ അതിലെ വിദേശികളൊക്കെ ഉള്ള ആൾക്കാർ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങളും പാടശേഖരങ്ങളും പിന്നെ നമ്മുടെ കടലോരവും എല്ലാമാണ്. ആ വേമ്പനാട് കായലിനെ കുറിച്ചിട്ട് കുഫോസ് നമ്മുടെ ഫിഷറീസ് സർവകലാശാലയിലെ ഒരു പഠന റിപ്പോർട്ടുണ്ട് അവർ നടത്തിയത്. അതിൽ പറയുന്നൊരു വളരെ ഗൗരവമായൊരു കാര്യം, ആ വേമ്പനാട് കായലിന്റെ 85% സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലാണ്ടായി. വെള്ളം സംഭരിക്കാനുള്ള ശേഷി 85% കുറഞ്ഞു. എന്നുവെച്ചാൽ വെറും 15% മാത്രമേ അവിടെ ഇപ്പോൾ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് വിസ്തൃതി കുറഞ്ഞു. വിസ്തൃതി ഏതാണ്ട് പകുതിയോളമായിട്ട് കുറഞ്ഞു. കയ്യേറിയും മറ്റു പലതരത്തിലേക്കും പകുതിയോളമായിട്ട് കുറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ഗീതാ ബാബു, സീനത്ത് സുൽഫിക്കർ, കൃഷി ഓഫീസർ നീരജ ലിത, ബിബിന, സ്കൂൾ പ്രഥമാധ്യാപിക ലിൻസി തോമസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഡ്വക്കേറ്റ് ക്ലാർക്ക് ഇനി മുതൽ അഭിഭാഷകനായി പ്രവർത്തിക്കും. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഡ്വക്കേറ്റ് ക്ലാർക്കായി ഇനി മുതൽ സേവനമനുഷ്ഠിക്കും. അമ്പലപ്പുഴ കട്ടക്കുഴി വണ്ടകം വീട്ടിൽ ജി സുരേഷാണ് നീണ്ട 25 വർഷക്കാലത്തെ അഡ്വക്കേറ്റ് ക്ലാർക്ക് ജീവിതത്തിനൊടുവിൽ അഭിഭാഷകനായി മാറുന്നത്. 2025 ജൂൺ 1 കേരള ബാർ കൗൺസിൽ നടത്തിയ എൻറോൾമെന്റ് ചടങ്ങിൽ സുരേഷ് അഭിഭാഷകനായി സനദ് എടുത്തു. ആലപ്പുഴ അമ്പലപ്പുഴ കോടതികളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അഡ്വക്കേറ്റ് ക്ലാർക്ക് നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷകനായി കോടതിയിൽ എത്തുന്നത്. ആലപ്പുഴ SD കോളേജിൽ നിന്നും 1986-89 ബിരുദ പഠനം പൂർത്തിയാക്കിയ സുരേഷ് 10 വർഷക്കാലത്തോളം സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ അധ്യാപകനുമായിരുന്നു. ആലപ്പുഴയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജി രാമകൃഷ്ണന്റെ കൂടെ ക്ലാർക്കായി പ്രവർത്തനം തുടങ്ങിയ സുരേഷ് പിന്നീട് 25 വർഷക്കാലം അമ്പലപ്പുഴയിൽ ക്ലാർക്കായി സേവനമനുഷ്ഠിച്ചു. അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷന്റെ അമ്പലപ്പുഴ യൂണിറ്റിന്റെ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. ആലപ്പുഴ ബാർ അസോസിയേഷൻ സുരേഷിനെ അനുമോദിച്ചു. H. സലാം MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായൊരു സന്തോഷം നിശ്ചയമായിട്ടുണ്ട്. അത് സുരേഷിനെ പോലെയുള്ള ദീർഘവർഷം നമ്മുടെ ഈ കോടതിയിൽ തന്നെ ഉടമസ്ഥനായി അഡ്വക്കേറ്റായ ജോലി ചെയ്ത് നിൽക്കുന്ന ഒരു വക്കീൽ ഓഫീസിലാണെങ്കിലും മറ്റു പല വക്കീലന്മാരുടെ സഹായിയായിട്ട് ഉൾപ്പെടെ ഞങ്ങൾക്ക് അനുഭവം. എന്നെ സംബന്ധിച്ച് ഈ കോടതിയിലാണ് കുറേ അധികം കേസ് വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥി ബോധനായ സമയം തൊട്ട് സമരങ്ങൾ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുള്ള ഈ കോടതിയിലാണ്. പല സന്ദർഭരായ റിമാൻഡ് ചെയ്യപ്പെട്ട കോടതി ഈ കോടതിയാണ്. ജാമ്യം കിട്ടിയ കോടതി ഈ കോടതിയാണ്. അപ്പോൾ ആ സമയത്തെല്ലാം അങ്ങനെ ഞങ്ങളെല്ലാം വരുന്ന സമയത്ത് സുരേഷ് നിൽക്കുന്ന വക്കീൽ ഓഫീസിലെ വക്കാലത്തേക്കിലും വേറെ വക്കാലത്താണെങ്കിലും ഞങ്ങളുടെയൊക്കെ ഫയലുമായി ബന്ധപ്പെട്ട് 2-3 ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സുരേഷ്. സുരേഷിൻ്റെ ഓഫീസും അങ്ങനെ ഈ കേസിൻ്റെ ഭാഗമായിട്ട് പോയി വളരെ ആഴത്തിലുള്ള ബന്ധം സുരേഷിൻ്റെ പിതാവുമായിട്ടാണ്. സുരേഷ് നമുക്ക് അറിയപ്പെടുന്ന ഒരു ഇരട്ടപ്പേരുണ്ട്, ഞാനിവിടെ ഈ ഔദ്യോഗികമായിട്ട് പറയുന്നില്ല. ആ പേര് അച്ഛൻ്റെ ഇരട്ടപ്പേരാണ്. അപ്പോൾ ആ പേരിൽ അതൊരു പരമ്പര പോലെ ഇങ്ങനെ സ്വീകരിച്ച് പോവുകയും വളരെ സൗഹാർദ്ദപരം. മജിസ്ട്രേറ്റ് ഐശ്വര്യ ആൻഡ് ജേക്കബ് ഉപഹാരങ്ങൾ നൽകി. അഡ്വക്കേറ്റ് ശ്രീലത ഹരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസൂൺ ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, അഭിഭാഷകരായ അഹമ്മദ് അമ്പലപ്പുഴ, AT പ്രദീപ്, സന്ധ്യ, R രജിത എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് J ഷെർലി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശമുയർത്തി ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഹരിത കേരളം മിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ 2016 നമ്മുടെ രാജ്യത്ത് സമ്പൂർണമായ ഖരമാലിന്യ നിയന്ത്രണം നിയമം അല്ല ചട്ടം രൂപീകരിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, കെമിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, ഹസാഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഇതെല്ലാം രൂപീകരിച്ചു. ഇപ്പോൾ ഈ നിയമങ്ങളുടെ ലംഘനത്തിന് ₹1,00,000 വരെ നമുക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാൻ കഴിയും. നോൺ ബെയിലബിൾ ഒഫൻസാണ്, ജാമ്യം കിട്ടിൽ അകത്ത് കടന്നേ പറ്റും. മാലിന്യം കടത്താൻ ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് കണ്ടുകെട്ടാം. അത്തരത്തിലുള്ള വലിയ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും ലോകത്തിന് വിവിധ കാര്യങ്ങളിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് തുക ചെലവഴിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിലാണ്. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് നിത്യോപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരക്കാരനായ തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവസഞ്ചിയുടെ സൗജന്യ വിതരണവും ആശുപത്രി അങ്കണത്തിൽ വൃക്ഷത്തൈ നടീലിൻ്റെ ഉദ്ഘാടനവും നടത്തി. വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആശുപത്രിയിലെ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് നായർ
നഴ്സിംഗ് സൂപ്രണ്ട് കെ സുധ, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് KVM കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാൻറ്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40ഓളം വരുന്നകൾ പാചകറാണികളായി മാറി. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് അമ്പലപ്പുഴ MLA സലാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെ ആലപ്പുഴ നഗരസഭ നടത്തിയ ക്യാൻറ്റീൻ ആൻഡ് കാറ്ററിംഗ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം വഴി 40 വനിതകൾ പാചകറാണികളായി മാറി. വാടക്കൽ വാർഡിലെ കുടുംബശ്രീ ADS അംഗങ്ങളാണ് രുചികരമായ വിവിധ വിഭവങ്ങൾ വെച്ച് വിളമ്പാൻ പ്രാപ്തരായി സ്വയം തൊഴിൽ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പാചക വിദഗ്ധനായ വിജയ് പ്രശാന്ത് 18 ദിവസം നീണ്ടുനിന്ന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. മണ്ണഞ്ചേരിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സ്കിൽ എക്സ്റ്റൻഷൻ ട്രെയിനിങ് വിമൺ സ്റ്റാർട്ടപ്പ് ആലപ്പി എന്ന സ്ഥാപനം വഴിയായിരുന്നു പരിശീലനം നൽകിയത്. പരിശീലനം പൂർത്തിയാക്കിയവർ തനിച്ചും കൂട്ടം ചേർന്നും പായസം ഉൾപ്പെടെയുള്ള രുചിയേറും വിഭവങ്ങളാണ് സമാപന ദിവസം തയ്യാറാക്കിയത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് അമ്പലപ്പുഴ MLA സലാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ന് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് പരിശീലിക്കാൻ വന്നത്, മറ്റൊരു കാര്യമല്ല. എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിൽ കയറി നമ്മൾ പാചകം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സാമാന്യമായൊരു പൊതുവായൊരു ബോധം എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊതുവെ അറിയാം എന്നാണ്. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം തന്നെ ഒരു പക്ഷേ ഇവിടെ പ്രശാന്ത് പരിശീലിപ്പിച്ചപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ വ്യത്യാസം തോന്നിക്കാണും. കുറച്ചുകൂടി ടേസ്റ്റിയാക്കാൻ, ഭംഗിയാക്കാൻ, നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യത്യസ്തമായി കുറച്ച് വ്യത്യാസപ്പെടുത്തിയാൽ പറ്റുന്നൊരു കാര്യമാണല്ലോ നമ്മൾ ഇത്രയും കൊല്ലം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചിലപ്പോൾ തോന്നിക്കാണും. ഏതൊരു കാര്യത്തിൻ്റെയും ഒരു മേന്മ എവിടെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെ വീണ്ടും പരിശീലിക്കേണ്ടി വരും. ഏത് ജോലി അങ്ങനെയാണ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല, ഇപ്പോൾ അധ്യാപകർ. വാടക്കൽ കാഞ്ഞിരം ചിറ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൗൺസിലർ മേരി ലീന അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. സംഘം പ്രസിഡന്റ് VJ ജോൺ, VR മാവോ, VG വിഷ്ണു, രാജേശ്വരി ഉദയൻ, ADS ചെയർപേഴ്സൺ സിനി എന്നിവർ സംസാരിച്ചു. ADS സെക്രട്ടറി മുബീന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം അർബുദം അകറ്റാം ക്യാമ്പയിന്റെ 2ാം ഘട്ട പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് CYMA UP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഡ്വക്കേറ്റ് ക്ലാർക്ക് ഇനി മുതൽ അഭിഭാഷകനായി പ്രവർത്തിക്കും. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.